Good morning, students. We have already discussed about housing cooperative societies and the various functions of housing cooperative societies. Today we are going to discuss types of housing cooperatives. So the housing cooperative societies are formed to solve the problems of the housing problems of low and middle income groups. Okay, and the society provide long-term loans to the members for the construction of new houses or purchase of new houses, and also for repairs, alteration or addition to the existing houses. Okay, then let us discuss what are the different types of housing cooperatives. One of the type of housing cooperative societies is cooperative building societies. This is the first type. These are individual ownership type cooperative societies. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഓണർഷിപ്പിൽ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻ ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ്. ആൻഡ് ദീസ് ആർ ലോങ് ടേം ക്രെഡിറ്റ് ഏജൻസീസ് ഫോർ ഹൗസിംഗ്. ഇപ്പം ഹൗസിംഗ് നീഡ്സ് മീറ്റ് ചെയ്യേണ്ടുന്ന മെമ്പേഴ്സിൻ്റെ ലോങ് ടേം ക്രെഡിറ്റ് ഏജൻസീസായിട്ട് പ്രവർത്തിക്കുന്ന, അതായത് മെമ്പേഴ്സിന് ഹൗസ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദേ ഒബ്റ്റെയിൻ ലോൺസ് ഫ്രം ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഫ്രം ഗവൺമെൻറ് വിച്ച് ഇസ് റീപേബിൾ ഇൻ 20 years. അപ്പോൾ ലോങ് ടേം ലോൺസ് ആണ് ഈ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവൈൽ ചെയ്ത് കിട്ടുന്ന ഫണ്ടും ഇത്തരത്തിലുള്ള ലോങ് ടൈം നേച്ചറിലുള്ളതായിരിക്കും. ഇങ്ങനെ ഇവർക്ക് വേണ്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ എ ലോങ് പീരീഡ്, അതായത് 20 yearsലേക്ക് റീപേബിൾ ആയിട്ടുള്ള ലോങ് ടൈം ലോൺസാണ് ഇത്തരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഗവൺമെൻറ്റും മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദ സൈറ്റ്സ് ആൻഡ് ബിൽഡിങ്സ് ആർ ദി സെക്യൂരിറ്റീസ് ഫോർ ദി ലോൺസ്. ഇത്തരത്തിൽ മെമ്പേഴ്സിന് ഈ ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പം അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് പ്രധാനമായിട്ടും ഈ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സൈറ്റ്സും ഒക്കെ ആയിരിക്കും അതിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് വരുന്നത്. സോ ത്രൂ ദിസ് or the societies can acquire land and divide them into sites for allotment to members, and also undertake joint purchase and distribution of building materials for their members. അപ്പോൾ ഈ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ് സാധാരണഗതിയിൽ ഓണേഴ്സ് തന്നെയാണ് അല്ലെങ്കിൽ മെമ്പേഴ്സ് തന്നെയാണ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ ഫങ്ഷൻ. പക്ഷേ മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചില കേസിലൊക്കെ അല്ലെങ്കിൽ ചില അവസരങ്ങളിലൊക്കെ പലപ്പോഴും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ത് ചെയ്യാറുണ്ട്, സൈറ്റ്സ് ഒരുമിച്ച് അല്ലെങ്കിൽ ഈ ഒരു ലാൻഡ് ഒരുമിച്ച് അക്വയർ ചെയ്തതിന് ശേഷം അത് മെമ്പേഴ്സിന് അലോട്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ജോയിൻറ്റ് പർച്ചേസ് എന്നുള്ള രീതിയിൽ മെമ്പേഴ്സിന് അവൈൽ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റവും കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ് ചിലപ്പോഴൊക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇവിടെ മെമ്പേഴ്സ് തന്നെയാണ് അവരുടെ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുക, അങ്ങനെയുള്ള ഉത്തരവാദിത്വമൊന്നും സൊസൈറ്റി ഏറ്റെടുക്കുന്നില്ല. മെമ്പേഴ്സ് ദംസെൽഫ് കൺസ്ട്രക്ട് ദെയർ ഹൗസസ്. ഓക്കെ, ദിസ് ഈസ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക, ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി ഇവിടെ ചെയ്യുന്നത്. അടുത്തത് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയാണ്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്നുള്ള പേരിനോട് ഒരുപാട് സിമിലാരിറ്റി തോന്നുന്ന മറ്റൊരു സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. ഇവിടെ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ സൊസൈറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഹൗസ് കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസാണ്. അപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത ഹൗസസ് മെമ്പേഴ്സിന് വിൽക്കുന്ന രീതിയിലുള്ള സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റീസിൻ്റെ പോലെ തന്നെ ദീസ് സൊസൈറ്റീസ് ഓൾസോ കൺഫേം ഓൺ ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് സിസ്റ്റം. ഈ സൊസൈറ്റിയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ബേസിൽ തന്നെയാണ് ഓണർഷിപ്പ് വരുന്നത്.
ആൻഡ് ദ സൊസൈറ്റീസ് അണ്ടർടേക്ക് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ മെമ്പേഴ്സ് ആസ് ദെയർ ഏജൻറ്റ്സ്. അപ്പോൾ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഏജൻ്റായിട്ട് കൺസ്ട്രക്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് മുഴുവനായിട്ടും ഏറ്റെടുത്ത് നടത്തുന്നത് സൊസൈറ്റി തന്നെയായിരിക്കും. സൊസൈറ്റി തന്നെയാണ് ലാൻഡ് അക്വയർ ചെയ്യുന്നത്, സൊസൈറ്റി തന്നെയാണ് ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരുമിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന വീടുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഹൗസസ് എല്ലാം തന്നെ ഒരു കോളനി ബേസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കോളനി ആകുമ്പം ദർ മസ്റ്റ് ബി സഫിഷ്യൻറ്റ് സ്പേസ് ഫോർ റോഡ്സ്, ഗാർഡൻസ്, പ്ലേ ഗ്രൗണ്ട്സ്, ഷോപ്സ് എക്സെട്ര. ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ? ആൻഡ് ദി ഹൗസ് കൺസ്ട്രക്റ്റഡ് ആർ സോൾഡ് ടു ദി മെമ്പേഴ്സ്. അപ്പോൾ സൊസൈറ്റി തന്നെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഈ ഹൗസസ് മെമ്പേഴ്സിന് വിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരുമിച്ച് അല്ലെങ്കിൽ അറ്റ് എ ടൈം എല്ലാ ഹൗസസും അല്ലെങ്കിൽ എല്ലാ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും ഒരേ സമയത്ത് നടക്കുമ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു പരിധി വരെ കോസ്റ്റൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അതിലുപരിയായിട്ട് ഈ ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇസ് ടു സെക്യൂർ ദി സർവീസ് ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ് ഫോർ പ്ലാനിങ് ആൻഡ് ബിൽഡിംഗ് ഓഫ് ഹൗസസ് വിച്ച് വിൽ ബി ബിയോണ്ട് ദി ഈസി റീച്ച് ഓഫ് ദി ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അപ്പോൾ ഓരോരുത്തരും ഈ ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ഓരോരുത്തരും സ്വന്തമായിട്ട് വീട് കൺസ്ട്രക്ട് ചെയ്യുമ്പം അവർക്ക് ഓരോ തവണയും അല്ലെങ്കിൽ അവരുടെ കൺസ്ട്രക്ഷൻ്റെ അവസരത്തിൽ ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ പ്ലാനിങ്ങിലും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ പ്രോസസ്സിലൊക്കെ ഇത്തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർവീസൊക്കെ അവൈൽ ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മെമ്പേഴ്സിന് റീച്ചബിൾ അല്ലാത്ത ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടി ഈ കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റിയുടെ ഫംഗ്ഷനകത്ത് വരുന്നതാണ്. ഓക്കെ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ കോഓപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻ ദി ഫോർമർ കേസ് മെമ്പേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ ദി കോഓപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസ്, ഇൻ ദി കേസ് ഓഫ് ദീസ് സൊസൈറ്റീസ്, ദ സൊസൈറ്റി കൺസ്ട്രക്ട് ദി ഹൗസസ് ഓൺ ബിഹാഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അടുത്തത് കോഓപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റിയാണ്. ദീസ് സൊസൈറ്റീസ് വർക്ക് ഓൺ ദി ബേസിസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ടെനൻസി സിസ്റ്റം. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് തരത്തിലുള്ള സൊസൈറ്റിയും ഇൻഡിവിജ്വൽ ഓണർഷിപ്പ് സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കോഓപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസ് ഫങ്ഷൻ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ടെനൻസി സിസ്റ്റത്തിലാണ്. അപ്പോൾ ഈ സൊസൈറ്റീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൊസൈറ്റീസ് തന്നെ ആണ് എന്ത് ചെയ്യുന്നത്, ലാൻഡ് അക്വയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്യുന്നതും. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ കൺസ്ട്രക്ട് ചെയ്ത ഹൗസ് മെമ്പേഴ്സിന് റെൻറ്റിനാണ് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു, കൺസ്ട്രക്റ്റഡ് ഹൗസസ് അവർക്ക് ഫോർ എ ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു വാടക എന്നുള്ള രീതിയിൽ ഫോർ റെൻറ്റിനാണ് ഒരു മെമ്പർക്ക് ആദ്യമായിട്ട് ഈ ഹൗസ് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. That is, the tenant member becoming ultimate owner after paying the installments for a period of 20 years. അപ്പം തുടക്കത്തിൽ വീട് കൈ കിട്ടുമ്പോൾ നമ്മൾ ആരായിരിക്കും, ഒരു വാടകക്കാരൻ മാത്രമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ഒരു 20 വർഷത്തോളം ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കോസ്റ്റ് പ്രൈസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ടെനൻറ്റ് മെമ്പർ ആരായിത്തീരുന്നു, ടെനൻറ്റ് ബിക്കം ദി ഓണർ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ്ലി നമുക്ക് ആ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്ത വീടിനകത്ത് കയറി താമസിക്കണമെങ്കിൽ ഓരോ മെമ്പറും ഹി ഷാൽ റെമിറ്റ് 1/5 ഓഫ് ദി ടോട്ടൽ കോസ്റ്റ് ഓഫ് ദി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ക്യാഷായിട്ട്. അതായത് ഹയർ പർച്ചേസിൻ്റെ കേസിൽ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ക്യാഷായിട്ട് കൊടുക്കണമല്ലോ, ഡൗൺ പേയ്മെൻറ്റ്. അതേപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം, ലാൻഡും ബിൽഡിങ്ങും ടോട്ടൽ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റിൻ്റെ 1/5 5/1 മെമ്പർ എന്ത് ചെയ്തിരിക്കണം, ഇൻ ക്യാഷായിട്ട് പേ ചെയ്തിരിക്കണം. ബാക്കിയുള്ള 4/5 അതായത് 5/4 പോർഷൻ എന്ന് പറയുന്നത് പിന്നീട് വരുന്ന 20 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അങ്ങനെ
ഈ 20 വർഷം കൊണ്ട് ബാക്കിയുള്ള ടോട്ടൽ കോസ്റ്റ് എപ്പോഴാണോ ഇത് റീപേ ചെയ്ത് തീരുന്നത് അന്ന് മാത്രമേ ഇയാൾക്ക് ഓണർഷിപ്പ് കിട്ടുകയുള്ളൂ. ഓക്കെ, പക്ഷേ ടിൽ ദി or when the member make payment of the first installment, അതായത് 1/5 പേ ചെയ്യുമ്പം the house remains in the possession of the members. വീട് ആരുടെ പൊസഷനിലായിരിക്കും? ഈ ടെനൻറ്റ് മെമ്പറിൻ്റെ പൊസഷനിലായിരിക്കും. പക്ഷെ ബിൽഡിംഗ് അപ്പോഴും സൊസൈറ്റിയുടെ ഓണർഷിപ്പിലായിരിക്കും. ഈ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോൾ മാത്രമേ മെമ്പർക്ക് കിട്ടുകയുള്ളൂ? ഓൺലി ആഫ്റ്റർ പേയിങ് ദി ഫുൾ എമൗണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റീസിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ സൊസൈറ്റി തന്നെ ലാൻഡ് അക്വയർ ചെയ്തിട്ട് സൈറ്റ്സ് കൃത്യമായിട്ടുള്ള സൈറ്റ്സൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷം അവിടെ വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തുള്ള മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു? റെൻറ്റിനാണിത് പേ ചെയ്യുന്നത്. മീൻസ് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെയാണ് വീടുകൾ അലോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഒരു 20 വർഷ കാലാവധിയുണ്ട്. ആ കാലയളവിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? മെമ്പേഴ്സ് പേയ്മെൻ്റ് എല്ലാം കംപ്ലീറ്റ് നടത്തിയിരിക്കണം. ഫുൾ എമൗണ്ടും അടച്ചു തീർത്ത് കഴിഞ്ഞാൽ മെമ്പേഴ്സിന് എന്ത് കിട്ടുന്നു? ഓണർഷിപ്പ് കിട്ടുന്നു. ഓക്കെ, okay, so we will continue the other types of housing cooperative societies in the next session.